എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഈ യാത്രയുടെ ഉദ്ദേശ്യം? അത് വളരെ വ്യക്തമല്ലേ അനിലേ. അയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള വിദേശയാത്രകളിൽ ഏതെങ്കിലും വിദേശയാത്രയിൽ അയാൾ ദുബായ് ഒഴിവാക്കിയിട്ടുണ്ടോ? എന്താണ് അയാൾക്ക് ഈ ദുബായി ആയിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം? എന്താ എന്നോട് സുഹൃത്തുക്കൾ പറയുന്നത് ഡി കമ്പനി എന്നൊക്കെ പറയുന്നതിന് പകരം ടി കമ്പനിയുടെ വിദേശയാത്രയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തലസ്ഥാനം എന്ന് പറഞ്ഞാൽ തലസ്ഥാനം ഒന്ന് മൂലധനം എന്ന് അർത്ഥമുണ്ടല്ലോ. അതുപോലെ ഇയാൾ ഈ ലോകത്തിൻ്റെ ഈ ആഫ്രിക്കയിൽ പോയാലും അയാൾ കറങ്ങി ദുബായി കൂടെ അയാൾ വരുള്ളൂ. എന്താണ് അയാളുടെ ദുബായ് ബന്ധം എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതിൽ നിന്ന് വളരെ ക്ലിയർ അല്ലേ. അയാൾ മയോ ക്ലിനിക്കിൽ പോയിട്ട് അയാൾ ദുബായ് വഴിയാവും. അതായത് മയോ ക്ലിനിക്കിൽ പോയിട്ട് അയാൾ ദുബായ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് അയാൾ അവിടെ പോകുന്നതെന്ന് ചർച്ച ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം അയാൾ എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. ഇവിടെ ആർക്കാണത് അറിയാൻ പാടില്ലാത്തത്? സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിൽ പോകണം, ദുബായിൽ പോകണം എന്തിനാ? പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ എന്ത് കാണിച്ചാലും അയാൾക്കൊരു രോമം പോലും അയാളെ തൊടാൻ ഇവിടെ ആരുമില്ല. ഇവിടെ ഒരു മനുഷ്യനും അയാളുടെ രോമത്തെ തൊടാനില്ല. അരവിന്ദ് കെജ്രിവാളിനെതിരെ 2 മാപ്പുസാക്ഷികളുടെ മൊഴിയിൽ 1.5 മാസക്കാലമായിട്ട് അയാൾ ജയിലിൽ കിടക്കുകയാണ്. 3 തവണ മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഇഡിക്ക് അയാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അർത്ഥശങ്കയ്ക്കിടയിലേക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സുപ്രീം കോടതിയിൽ വാദം നടക്കുകയാണ്. 1 മാസം കഴിഞ്ഞ മാർച്ച് 21 മുതൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആൾക്കെതിരെ 1 ഡസൻ തെളിവ് ഏത് BJP നേതാവിന് ഞാൻ തരാം. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവ്. ഇയാളുടെ മകള് CMRൽ നിന്ന് ഒരു സേവനം പോലും കൊടുക്കാതെ 1,72,00,000 രൂപ മേടിച്ചെന്ന് തെളിഞ്ഞിട്ട് കാലത്തിലായി. SFIO അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു അന്വേഷണം! എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എവിടുത്തെ ഈ ഒരു അന്വേഷണം ഇല്ലായിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിടാൻ. അപ്പോൾ ഇയാൾ ഇനിയും പോകും. ഇയാൾ ഇനിയും ദുബായിൽ പോയി ഡീല് നടത്തും. അയാൾ ഇനിയും സിംഗപ്പൂരിൽ പോയി ഡീല് നടത്തും. അയാൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ അനിലെ ഞാനൊരു പഴയകാല സംഭവം ഓർമ്മിപ്പിക്കാം. 2005 അനിലിന് ഓർമ്മയുണ്ടോ? 2005 അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് ADB വായ്പയ്ക്കൊക്കെ എതിരാണ് ഉമാർ. മനസ്സിലായി? ഇപ്പോഴാണല്ലോ ADB വായ്പ തൊണ്ടോടാതെ വിഴുങ്ങുന്നത്. അന്ന് ADB വായ്പയ്ക്കെതിരായിരുന്നു. അന്ന് ADB വായ്പയ്ക്കെതിരെ കേരളത്തിലെ എല്ലാ കളക്ടറേറ്റിന് ചുറ്റിലും ഇയാളുടെ പാർട്ടി മെമ്പർമാരെ പുഴുക്കളെ പോലെ കിടന്ന് ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ അയാളുടെ ഭാര്യ കൂടെ 2005 സിംഗപ്പൂരിൽ പോയി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉല്ലാസയാത്ര അന്ന് നടത്തിയവനാണ് പിണറായി വിജയൻ. അപ്പോൾ അയാൾ ഇനിയും നടത്തും. അയാൾ ഇനിയും എല്ലായിടത്തും പോയി ഡീല് നടത്തും. കാരണം എന്താ? അയാളെ തൊടാൻ നട്ടലുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഇന്ത്യ മഹാരാജ്യത്തില്ല.